യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എല്ലാരും പിടിച്ചിരുന്നോ എന്ന് നമ്മുടെ ഡ്രൈവർ വരാത്ത സ്ഥിതിക്ക് ഞാനാണ് നിങ്ങളെല്ലാരെയും സേഫ് ആയിട്ട് അടിമാലിക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നത്. അയ്യോ വണ്ടി എടുക്കില്ലേ ഇവനാണ് ഓടിക്കണെങ്കിൽ ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം. ആ മോനെ വണ്ടി എടുക്കല്ലേ ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം. യാത്രക്കാരെ ആരും പേടിക്കണ്ട, ഞാൻ ഒരു പ്രാവശ്യം വണ്ടി ഓടിച്ചിട്ടുള്ള. അയ്യോ ഈ കിറുക്കിയരൊക്കെ ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുപോകുന്നേ. ഡാടാ ഷിജാനെ മതി ഡിയർ പാസഞ്ചേഴ്സ് ആരും പേടിക്കണ്ട. അവനൊന്നും അല്ല വണ്ടി ഓടിക്കാൻ വേണ്ടി പോണത്, ഞാൻ തന്നെയാ. ഒന്ന് സോഡ ഓടിക്കാൻ വേണ്ടി കട വരെ പോയപ്പോ നീ ആൾക്കാരെ പേടിപ്പിക്കോടാ ഷിജാനെ. അവന്റെ ഒരു പുള്ളകളി ഇങ്ങോട്ട് ഇറങ്ങണ. പിന്നെ ട്രെവറെ നീ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് യൂണിഫോം ഇടാതെ കോട്ട് സൂട്ട് ഇട്ട് വരരുതെന്ന്. നല്ല പെമ്പിളേരൊക്കെ വരുമ്പോ ഞാൻ എങ്ങനെയാണ് യൂണിഫോം ഇട്ടിരിക്കണത്? ഒന്ന് ചെത്തായിട്ട് നിൽക്കണ്ടേ? അവന്റെ ഒരു ചെത്ത് നിന്നെ ഇനി എന്നാണാവോ ജോലി എന്ന് പറഞ്ഞു വിടുന്നത്. ഓൾറൈറ്റ്, ഐ ആം ഫ്രാങ്ക്ലിൻ. ഞാനാണ് ഈ കിടക്കുന്ന KSRTCയുടെ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ഓതറൈസ്ഡ് ഗവൺമെന്റ് എംപ്ലോയി ആയ ഡ്രൈവർ ഫ്രാങ്ക്ലിൻ. കണ്ടോ ബാച്ചൊക്കെ ഉണ്ട്. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. ഞാനൊരു സത്യവാൻ ഉണ്ണിത്താനായ സത്യസന്ധനായ ഓഫീസറാ. വണ്ടി എടുക്കാൻ സമയമായി. ഓക്കെ, സോ കണ്ടക്ടർ ഡ്രൈവർ ആർ യു റെഡി? ഓക്കെ, സോ ഈ ലോസ് ആൻഡോസിൽ പല ബസ്സുകളും പല റൂട്ടുകളിലുണ്ടെങ്കിലും നമ്മുടെ ഈ റൂട്ടിൽ ആ ഒരേ ഒരു ബസ് ഉള്ളൂ. അത് ഈ ഗവൺമെന്റ് KSRTC ആണ്. സ്ഥിരം കസ്റ്റമേഴ്സ്, സ്ഥിരം സ്ഥലങ്ങൾ. ഇടക്കൊന്നോ രണ്ടോ ആൾക്കാർ പല സ്ഥലത്ത് നിന്ന് കേറി മോസ്റ്റ് ഓഫ് ദി ടൈംസ് സെയിം ആൾക്കാർ. ഇവിടുന്ന് ഒരു ട്രിപ്പ് അങ്ങോട്ടേക്ക്, അവിടെ എത്തുമ്പോൾ ഉച്ചയാകും. അത് കഴിഞ്ഞ് അവിടുന്ന് ലാസ്റ്റ് ട്രിപ്പ് ഇങ്ങോട്ടേക്ക്. സോ ടോട്ടൽ ഒരു ദിവസം 2 ട്രിപ്പ്. അതോടുകൂടി നമ്മുടെ പണി കഴിയും. ഞാൻ ആലോചിക്കുന്നത് ഈ ഫീസ് കുറച്ച് കൂട്ടുവാണെങ്കിൽ നമുക്ക് ഒരു ശമ്പളം കൂടുതൽ കിട്ടൂലേ? എടാ പോടാന്ന്, രാവിലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറഞ്ഞോളൂ. എന്നാ ഓക്കെ പോട്ടെ, റൈറ്റ്. ഓക്കെ, നമ്മുടെ ട്രിപ്പ് തുടങ്ങേണ്ട സമയമായി. സോ വണ്ടി എടുക്കുകയും ഷിൻജാനെ വീട്ടിൽ ഒറ്റയ്ക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് അവനെ കൂടി കൂട്ടിക്കൊണ്ടുപോകുന്ന കാര്യമായി. ഇപ്പൊ അവനാണ് ഇതിന്റെ കിളി. നമ്മുടെ വണ്ടി സൂപ്പർ ഫാസ്റ്റ് ആണ്, പക്ഷെ അത് നോക്കണ്ട. ബസ് സ്റ്റോപ്പിലൊന്നും വണ്ടി നിർത്തുന്നൊന്നുമില്ല. ഏതെങ്കിലും സ്റ്റോപ്പിൽ ആരെങ്കിലും കൈ കാണിച്ചാൽ അപ്പോൾ നിർത്തും, അത്രേ ഉള്ളൂ. കാരണം ഇതിൽ പൊതുവെ ആൾക്കാർ കുറച്ചാണ് കയറാറ്. ഡ്രൈവറെ നീ അവിടെ നോക്കി ടിക്കറ്റ് ഒക്കെ എടുക്കാൻ നോക്കടാ. ടിക്കറ്റ് ആൾക്കാർ സെയിം സ്ഥലം. ടിക്കറ്റ് ഒക്കെ എനിക്ക് കാണാപ്പാടാ. രണ്ടുപേരും പുതിയതുണ്ടല്ലേ? ഓക്കെ, നമ്മൾ ചുരം കയറേണ്ട സമയത്തിലുണ്ട്. ചുരം കയറുന്നതിന് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, പെട്രോൾ പമ്പ് എത്തി. എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കുക. ഡീസൽ അടിക്കാൻ വേണ്ടി എങ്ങനെ പോയാലും ഒരു 10-15 മിനിറ്റ് എടുക്കും ഫുൾ ടാങ്ക് അടിക്കാനുള്ള. ഓക്കെ, ഇറങ്ങ്. ഇവിടെ വെച്ച് അടിച്ചില്ലേ പിന്നെ ചുരത്തി വെച്ച് ഇന്ന് പോയാൽ പണി കിട്ടും. ഡീസൽ ഡീസൽ ക്യാൻ ഉണ്ടല്ലോ, അത് മതി. ഓക്കെ, ഡീസൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഫുള്ള് 2000 രൂപക്ക് ഡീസൽ അടിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ചുരം കയറാൻ വേണ്ടി റെഡിയായി. ഓൾ സെറ്റ്. സോ എല്ലാരും പിടിച്ചിരുന്നോ? ഇനി അങ്ങോട്ട് ചുരമാണ്. പുതിയ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് വണ്ടി ഇനി എവിടെയും നിർത്തുന്നല്ല, നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ മാത്രം എവിടെയെങ്കിലും നിർത്തി തരും, അത്രേ ഉള്ളൂ. ഓക്കെ, നേരെ ചുരത്തിന്റെ എൻട്രിയിലേക്ക് കയറാം. ചുരം കയറുമ്പോൾ പലർക്കും ഛർദ്ദിക്കാൻ തോന്നാം. അപ്പൊ ഒരു നാരങ്ങ എടുത്താൽ മതി. പോണ വഴിക്ക് 2-3 സ്റ്റോപ്പ് ഉണ്ട്. ആ സ്റ്റോപ്പിൽ ആളുണ്ടേ നിർത്തും, ആളില്ലെങ്കിൽ നിർത്തൂല. അല്ലെങ്കിൽ നേരെ അടിമാലിക്ക്. ഇത് KSRTC ആണ്. ഓടിക്കുമ്പോ നിങ്ങൾക്ക് ഒക്കെ പോകാൻ പോണ പോലെ തോന്നും, പക്ഷെ പോവില്ല. എന്താ വണ്ടിക്ക് ഒരു വലിയ കുറവ്. ആ മേളിലേക്ക് കയറിയപ്പോ നല്ല രസം നോക്കിയേ. കോടയൊക്കെ അടിച്ചു പോകണം കുറച്ച് കഴിയുമ്പോൾ. നമുക്ക് ഈ ചുരം കയറി അതും ഇറങ്ങി കാട് പിടിച്ചു വേണം പോകാൻ വേണ്ടിട്ട്. തണുപ്പ് വരാൻ തുടങ്ങി. ശരിക്കും ശീലായി. ഓക്കെ, ഡാം എത്തി. ഡാം കാണേണ്ടവർക്ക് ഡാം കാണാൻ പറ്റില്ല, കാരണം വണ്ടിക്ക് ഇവിടെ സ്റ്റോപ്പില്ല. മാത്രല്ല അങ്ങോട്ടേക്ക് എൻട്രൻസും ഇല്ല. വഴക്കം കാരണം അങ്ങോട്ട് കയറ്റി വിടണില്ലെന്ന്. ടിക്കറ്റ് മേഡം പുതിയ ആളാണല്ലേ? എങ്ങോട്ടേക്കാ? ഹിമാലയൊന്നും കണ്ട് പേടിക്കണ്ട കേട്ടോ, ഞാനല്ലേ ഇവിടെ ഉള്ളത്. അതെ, ഒരു അടിമാലി സ്റ്റാൻഡ്. ഈ അടിമാലി സ്റ്റാൻഡ് സ്വാഭാവികം. ഇവിടെ ഉള്ള എല്ലാരും അങ്ങോട്ടേക്കാ. ഇപ്പൊ ഒരു പഴയ പാട്ടും കൂടി ഉണ്ടെ പൊളിച്ചു തരാൻ നല്ല സ്ഥലങ്ങള്. പക്ഷെ എന്ത് ചെയ്യാൻ, നിർഭാഗ്യവശാൽ നമ്മുടെ KSRTCയിൽ റേഡിയോ ഇല്ല. ഗവൺമെന്റിന് ഒരു ആവശ്യം അറിയിച്ചിട്ടുണ്ട്, ചിലപ്പോ കിട്ടുമായിരിക്കും. കൊള്ളാം. എടാ ഷിജാനെ, നീ എന്താ അനങ്ങാതെ അവിടെ തന്നെ നിൽക്കണം കുറെ നേരമായിട്ട്? അല്ല ഫ്രാങ്ക്ലിൻ ഭായി, പിന്നെ ചുരം കയറുമ്പോ ഞാൻ അവിടെ ഡാൻസ് കളിക്കണം. വേണ്ട ചോദിച്ച എന്ത് തെറ്റി? ആരാണ് ഇത് വഴി പയ്യ ഓടിച്ചോണ്ട് പോകുന്നത്? ഓക്കെ, ചുരം ഇറങ്ങി താഴ്ത്തെത്തിട്ട് നമ്മൾ ഇനി നമുക്ക് ഒരുപാട് ദൂരം പോകാനുള്ളതാ. ഈ വണ്ടി അവിടെ എത്തുമ്പോഴത്തേക്കും ഉച്ചയാകും. പിന്നെ അവിടെ കുറച്ചു നേരം ചില്ല് ചെയ്ത് നിൽക്കുമ്പോ തന്നെ അടുത്ത ട്രിപ്പിനുള്ള സമയമായിക്കോളും. ഫ്രാങ്ക്ലിൻ ഭായി, അടുത്ത സ്റ്റോപ്പ് എത്തി. അടുത്ത സ്റ്റോപ്പ് എത്തിയല്ലേ? ഇവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, അവിടെ ആളെന്ന് കയ്യും കാണിക്കുന്നുണ്ട്. വണ്ടി നിർത്ത്. ശരിക്കും ഡ്രൈവർ അല്ലേ ഇതൊക്കെ വിളിച്ച് പറയേണ്ടത്? അവനെന്തി? അവന്റെ ജോലി കൂടി ഇപ്പൊ നീ എടുക്കണത്. ഓക്കെ എടാ, പക്ഷേ ശരിക്കും ബസ് സ്റ്റോപ്പ് എത്തുമ്പോൾ നിർത്തുന്ന പറയാനും പോട്ടെ റൈറ്റ് എന്നൊക്കെ പറയാൻ വേണ്ടി ഗവൺമെന്റ് ശമ്പളം കൊടുത്തിട്ട് നിർത്തിയിട്ടുണ്ടല്ലോ. കണ്ടക്ടർ ഡ്രൈവർ അവനെന്തി? ഞാൻ ഇവിടെ ഉണ്ടറാ. ടിക്കറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് മയങ്ങിട്ടറാ. സർക്കാർ ജോലിയാന്ന് പറഞ്ഞ് എന്ത് തോന്നിയ ദിവസം കാണിക്കാന്നോ? ആരെങ്കിലും റിപ്പോർട്ട് ചെയ്താൽ പണി കൂടാ. എന്തേലും കാണിക്കട്ടെ. ഓക്കെ, സ്ഥലത്തി ആ ഡ്രൈവർ ഇപ്പോഴും കിടന്നുറക്കാണാ. ഡ്രൈവറെ ഒന്ന് എഴുതേക്കടാ. അതേ സ്ഥലത്തി
സ്ഥലമെത്തിയോ? ആടാ സ്ഥലമെത്തി. അവന്റെ ഉറക്കം. വണ്ടി റിവേഴ്സ് എടുത്ത് വളച്ച് കറക്റ്റ് സ്പോട്ടിൽ പാർക്ക് ചെയ്യട്ടെ. ഓക്കെ, റിവേഴ്സ് പോട്ടെ. എന്തിന് ഈവൻ സെയിം പാർക്കിംഗ് സ്പോട്ടിൽ തന്നെയാണ് നമ്മൾ സ്ഥിരം പാർക്ക് ചെയ്യുന്നത്. എല്ലാം ഒരേപോലെ എല്ലാ ദിവസവും. ഓക്കെ, വണ്ടി ഇവിടെ കിടക്കട്ടെ. ഷിൻചാനെ ഇറങ്ങി വാ. ആ ഡ്രൈവറിന്റെ ഒരു ഉറക്കം. ഡ്രൈവറെ ഒന്ന് എഴുന്നേക്കടാ. ഇതെങ്ങാനും ആരെങ്കിലും ഫോട്ടോ എടുത്ത് ഡിപ്പോട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ പണി പോകും കേട്ടാ. സോറിടാ ഫ്രാങ്ക്ലിനെ, ഞാനൊന്ന് ഉറങ്ങിപ്പോയടാ. നീ ഇതൊന്നും വിളിച്ചിട്ട് ഇപ്പോഴൊന്നും പറയില്ലേ? ആ യാത്രക്കാരെ ഇറങ്ങി സ്ഥലമെത്തി. അടിമാലി. ഇതെന്താ മഴ പെയ്തെന്നും പറഞ്ഞ് എല്ലാരും വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുക. മഴയൊക്കെ മാറി, പാസഞ്ചേഴ്സ് ഒക്കെ ഇറങ്ങിപ്പോ ഒരു ചായ കുടിക്കട്ടെ. ഫ്രാങ്ക്ലിനെ, നിനക്കൊരു ചായ പറയാം. നമ്മുടെ സ്ഥിരം ചായ സ്പോട്ടാ. ഇന്ന് ചേച്ചിയാണോ? ചേച്ചി 2 ടീ. ചായ കിട്ടിയെങ്കിൽ മാറിക്കടേ. ബാക്കിയുള്ള ചായ കുടിക്കട്ടെ. ചേച്ചി 2 ടീ ചൂടോടെ എടുത്തു. നീ എന്നെ ചായ മേടിച്ചൊന്ന് സോപ്പിടാന്ന് വിചാരിക്കണ്ട. നീ എന്തായാലും 2 ചായ മേടിച്ചു വെക്ക്. ഞാൻ പാസഞ്ചേഴ്സിനൊക്കെ ഇറക്കി ഷിൻചാനെ കൂട്ടിട്ട് വരാം. ഷിൻചാനെ ഇറങ്ങടാ. ഫ്രാങ്ക്ലിൻ ഭായ് മഴ മാറിയിട്ടേ ആണുള്ളൂ. എടാ മഴയൊക്കെ പോടാ. ഇവിടെയൊക്കെ ചുമ്മാ നനഞ്ഞു കിടക്കണേ. അത് കുറച്ച് മുമ്പ് എന്തോ മഴ പെയ്തെന്ന് തോന്നുന്നത്. ഇവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെ എപ്പോ മഴ വരുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ആൾക്കാരെയൊക്കെ ഇറക്കി. ഇനി അടുത്ത ട്രിപ്പിന് വേണ്ടി കുറച്ച് സമയമുണ്ട്. അതുവരെ ഇവിടെ ചില്ല് ചെയ്തൊക്കെ നിൽക്കാം. ഈ വണ്ടി ഒന്ന് തുടച്ച് ശരിയാണല്ലോ. ഇത് തുരുമ്പ് പിടിച്ചതാ. ഈ വണ്ടി ഒന്ന് സർവീസ് ചെയ്ത് ശരിയാക്കാൻ പറഞ്ഞിട്ട് അതോറിറ്റീസ് കേൾക്കണ്ടേ? ഞാനായതുകൊണ്ട് ഇത് കൊണ്ട് നടക്കണം. എത്ര ചെയ്തിട്ട് ഒരു മെനയില്ലോടെ. ഡ്രൈവറിനെ ഒന്നും അറിയണ്ടല്ലോ. എല്ലാ പണിയും ഞാൻ തന്നെ ഉപയോഗിച്ചിട്ട്. എത്ര മഴയാ. ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ മഴ പിടിക്കാൻ പറ്റില്ലെന്ന്. ഓട് ഷിൻചാനെ, ഡ്രൈവറെ വേഗം വാടാ. മഴ നനഞ്ഞ് പനി പിടിച്ച് കഴിഞ്ഞാൽ നാളെ ഡ്യൂട്ടിക്ക് വരാനുള്ളതാ. ഇവിടെ കേറി നിൽക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നല്ലോ. ഇത് ഓക്കെ. ഈ മഴയത്ത് സ്ലോ മോഷൻ കളിച്ച് വരാതെ ഒന്ന് ഓടി വാടാ. ഇങ്ങോട്ട് കേറി. ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് സൂപ്പറാ. ആടാ തണുക്കും. വെറുതെ കിടക്കല്ലായിരുന്നാ. ദേഹാനെങ്കിലേ ബോഡിയൊക്കെ ഒന്ന് ചൂടാവുള്ളൂ. ക്യൂട്ട് പെണ്ണേ, നിങ്ങൾക്ക് ഇതിൽ കയറുന്ന കാരണമാണ് ഞാൻ ഈ കോട്ടി സുട്ടിട്ട് വരുന്നത്. ബൈ ദി വേ, ടിക്കറ്റ് എങ്ങോട്ടേക്കാണ്? ഡ്രൈവറെ മതി. പാസഞ്ചേഴ്സ് കംപ്ലൈന്റ് ചെയ്താലേ നിന്റെ ജോലി തീർക്കും. അതിന്റെ അടക്ക സമയം എന്താ നോക്കട്ടെ. വാച്ച് 10 ഉള്ളിലാണല്ലോ. സമയം എന്തായാലും ഒരു 5 മിനിറ്റ് കൂടി ഉണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വണ്ടി എടുത്താൽ മതി. ഡ്രൈവറെ, നീ എന്തായാലും ടിക്കറ്റ് എടുത്ത് വെക്കുക. എന്നിട്ട് നിനക്ക് ബാക്കിൽ കിടന്ന് ഉറങ്ങാനല്ലേ എന്തെങ്കിലും കാണിക്കും. പാടശനെ കേറി. നമ്മൾ കുറച്ച് നേരത്തെ, പക്ഷെ സ്ഥിരം വരാനുള്ളവരൊക്കെ വന്ന് പതിയെ ചലിച്ചു തുടങ്ങാം. ഓക്കെ, ലെറ്റ്സ് ഗോ. വണ്ടി എടുക്കാം. ഒരു വണ്ടി അവിടുന്ന് വരുന്നുണ്ട്. ആ വണ്ടി പോട്ടെ. നമുക്കെന്ത് ധൃതി? നമുക്കൊരു ധൃതിയില്ല. നമ്മൾ നേരത്തെ എന്തായാലും നമ്മൾ ഇവിടുന്ന് അവിടെ ചെല്ലുമ്പോ ഏകദേശം രാത്രി ആവാറാവും. ഓക്കെ, വണ്ടിയെട്. അവന്മാരും പോയി. ചേടാ ബസ് കാണാനില്ല. എടാ ഈ ബസ് അങ്ങോട്ടല്ലേ? അല്ലെങ്കിൽ നമ്മുടെ റൂട്ടിൽ നമ്മുടെ ബസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മുടെ സെക്കൻഡ് ട്രിപ്പ് ഇവിടെ ആരംഭിക്കുകയായി. രാത്രി കാലങ്ങളിൽ കാടിലൂടെ പോകുമ്പോ ശ്രദ്ധിച്ചോണം പോകാൻ വേണ്ടിട്ട്. വണ്ടി കുറച്ച് കത്തിച്ചിടാം. വണ്ടി ഓടിക്കണം. KSRTCക്ക് മാത്രം ഓടിക്കാനുള്ള വഴിയാ. ഓക്കെ, അങ്ങനെ വനമേലേക്ക് കയറി. ഇനി അങ്ങോട്ടേക്ക് വണ്ടികളൊക്കെ കുറവായിരിക്കും. ഈ പാതയിലൂടെ അധികം ആൾക്കാരങ്ങനെ സഞ്ചരിക്കാറില്ല. പക്ഷെ നമ്മുടെ ബസ് റൂട്ട് ഇതല്ലേ, നമ്മൾ സ്ഥിരം പോണ റൂട്ട് തന്നെ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ശീലായി. വണ്ടിക്ക് എന്താ ഒരു തുമ്മല് പോലെ, എന്തോ ഒരു മിസ്സിംഗ് ഉണ്ട്. വണ്ടി അങ്ങോട്ട് പോകുന്നില്ലോടാ. വണ്ടി നിന്നടാ. സ്റ്റാർട്ടാവടാ. ഇതെന്താ സ്റ്റാർട്ടാവാത്തോ? ഒന്നുകൂടി വാടാമത്തെ വാ. സ്റ്റാർട്ടാവ്. കാടിന് നടുക്ക. ഓക്കെ, കിട്ടി. ഡ്രൈവർ സ്റ്റാർട്ടാവുന്നില്ലടാ. വണ്ടി എന്തിനാ ഇവിടെ നിർത്തിയത്? ഫ്രണ്ടിൽ കുറുക്കന എവിടെ? ദേ പോണു. ചേട്ടാ, വണ്ടി നിർത്തിയതല്ല, ആക്ച്വലി വണ്ടി നിന്ന് പോയതാ. നോക്കട്ടെ, എന്തോ ഒരു പ്രശ്നം വണ്ടിക്കുണ്ട്. ഇത് ഇച്ചിരി ഡേഞ്ചറസ് ഏരിയ ആണ്. കാടല്ലേ. കുറുക്കം മാത്രല്ല, പുലിയും കരട്ടിയൊക്കെ ഉള്ള സ്ഥല. ഇവിടെ വെച്ച് തന്നെ വണ്ടി നിന്ന് പോയാലോ. എന്താ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് പുകയൊക്കെ വന്നെ. കണ്ടിന്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടല്ലേ. വണ്ടിയുടെ എഞ്ചിൻ ചൂടായതാന്ന് തോന്നുന്നു. ഡ്രൈവറെ ഇറങ്ങി വന്നടാ. നോക്കി ഇതിനകത്ത് എന്താ പ്രശ്നം? എന്താ വണ്ടിക്കത്ത് പറ്റി? വണ്ടിന്ന് പുകയൊക്കെ വരുന്നുണ്ടല്ലോ. ദിസ് ഈസ് സം സീരിയസ് ഇഷ്യൂ. വെയിറ്റ്, ഞാൻ ഇപ്പൊ തന്നെ നോക്കാം. അതായത് ഫ്രാങ്ക്ലിന് ഇതിന്റെ ഉള്ളില് വലിയ പ്രശ്നമാട്ടോ ഇത്. എന്താ വലിയ പ്രശ്നം? എടാ, നിനക്ക് ചെറിയ റിപ്പയറിംഗ് ഒക്കെ അറിയാന്ന് പറഞ്ഞാണ് അതോറിറ്റി നിന്നെ ഇവിടെ വെച്ചേക്കണേ. ഇത്രയൊക്കെ കാണിച്ചിട്ട് പാസഞ്ചേഴ്സ് ഒക്കെ പാനിക്കാവുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്യടാ. ഈടാ, നീ എനിക്ക് കുറച്ച് സമയം എന്താ? എങ്ങനെ പോയാലും ഒരു 1/2 മണിക്കൂർ പിടിക്കും. ആദ്യം ഈ എഞ്ചിൻ ഒന്ന് തണുക്കണം, പിന്നെ എനിക്കിത് ശരിയാക്കാൻ വേണ്ടി പറ്റുള്ളൂ. 1/2 മണിക്കൂർ പിടിക്കുവോ? ഓക്കെ. അതൊന്നുമില്ലടാ, വണ്ടി ഒന്ന് ജസ്റ്റ് ബ്രേക്ക് ഡൗൺ ആയതാ. വെറുതെ ശരിയായിക്കൊണ്ടിരിക്കുക. ഉടനെ എന്തെങ്കിലുമൊക്കെ റെഡി ആവും. എന്താണോ ബ്രേക്ക് ഡൗണോ? എനിക്ക് രാത്രിക്ക് അവിടെ എത്താനുള്ളൂ. അയ്യോ, ഇനി എന്ത് ചെയ്യും? നിങ്ങൾ എല്ലാരും ഇങ്ങനെ വെപ്രാളപ്പെടല്ലേ. എന്തായാലും കുറച്ച് സമയം പിടിക്കും. പിന്നെ വണ്ടിയല്ലേ, ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും. വണ്ടിക്ക് ശരിക്കും ഇങ്ങനെയൊക്കെ പറ്റും. പക്ഷെ ഇത് മെയിൻ്റെനൻസ് ചെയ്യാത്ത കാരണം ഇങ്ങനെ പറ്റിയാന്ന് എനിക്ക് തോന്നുന്നത്. താനത് തുടക്കാറെങ്കിലും ഉണ്ടോ? ചേട്ടാ, അങ്ങനെ പറയരുത്. ഞാൻ മാക്സിമം തുടക്കാറൊക്കെ ഉണ്ട്. പിന്നെ ഇതിന് മുമ്പ് ഉണ്ടായിരുന്നമാര് ഇങ്ങനെ ആക്കി വെച്ചേക്കണേ. നമ്മൾ എന്ത് ചെയ്യാനാ? നമ്മളൊരു നല്ല വണ്ടി ചോദിച്ചിട്ട് ഇതുവരെ സർക്കാർ അംഗീകരിച്ചു തന്നിട്ടില്ല. പിന്നെ എന്ത് പറയാനാ? നിങ്ങൾ ആരും ധൃതി വെച്ചിട്ട് കാര്യമില്ല. എല്ലാരും ഒന്ന് കാം ഡൗൺ. ഇതാവാൻ വേണ്ടി ഒരു 10, 15, 20 മിനിറ്റ് എടുക്കും. അല്ലെ തന്നെ എന്ത് ചെയ്യാനാ? ഈ കാട് നടക്ക് നമ്മൾ വണ്ടി നന്നാക്കാതെ പോകാൻ പറ്റില്ല. ഡ്രൈവറെ ഒന്ന് വേഗം നന്നാക്ക്. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇവരൊക്കെ ആംഗ്രി ആവും. സർക്കാർ വണ്ടിയാണ്, സർക്കാർ ഉദ്യോഗസ്ഥനാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാരും കൂടി പെരുമാറി കഴിഞ്ഞാൽ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. മാത്രല്ല സിവിലിയൻസിനോടൊന്നും പറയാനും പറ്റില്ല. ഞാൻ റെഡിയാക്കുമല്ലേ, നീ ഒന്ന് അടങ്ങടാ. റെഡിയാക്ക്. ഓക്കെ, വല്ല പുലിയോ കരടിയോ വല്ല വരണ്ടോന്ന് നോക്കട്ടെ. വരുവാണെങ്കിൽ വല്ല
ഒച്ച ഉണ്ടാക്കി ഓടിക്കാം. ഒറ്റയാൻ വല്ല ഉറങ്ങോടെ. എന്താടാ അവിടെ കിടക്കണേ? ഇത് അവന്മാരല്ലേ KSRTC-കാരന്മാര്? സൈഡാക്ക്. എന്താടാ അവന്മാരുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയ? ഇത് തന്നെ പറ്റിയ അവസരം. കൈപ്പുള്ളേ ഇറങ്ങടാ. അവന്മാർക്ക് എന്തോ വണ്ടി പണി കിട്ടി. എനിക്കറിയായിരുന്നു എന്തെങ്കിലും ഒരു ദിവസം ഇത് നമ്മുടെ കൈ കിട്ടുമെന്ന്. അവന്മാരുടെ കസ്റ്റമേഴ്സ് ഫുള്ളും ഇന്നോട്ട് നമ്മുടെ കസ്റ്റമേഴ്സാ. എല്ലാരും ബ്രെയിൻ വാഷ് ചെയ്ത് നമ്മുടെ വണ്ടിയിൽ കയറ്റണം. മനസ്സിലായ? നമ്മുടെ വണ്ടിയിൽ പൈസ കൊള്ളാന്ന് പറഞ്ഞാൽ ഈ റൂട്ടിലുള്ള ആരും അതിൽ കയറാത്തത്. ഇന്നത് മാറ്റണം. കണ്ടോടാ കൈപ്പുള്ളേ, ഞാനൊരു പ്ലേ ഇടാൻ വേണ്ടി പോവാ. എന്റെ കൂടെ നിന്നോ. ഗവൺമെന്റ് എംപ്ലോയി ഫ്രാങ്ക്ലിൻ, ഓർമ്മയുണ്ടോ ഈ മുഖം? എന്താ പ്രൈവറ്റ് ബസ് ഡേവിഡ്? ഈ റൂട്ടിൽ ഉമ്മാൾക്ക് ആളില്ലാത്തയാണല്ലോ. ഉമ്മരെന്ത് ഇവിടെ? എന്താടാ ഫ്രാങ്ക്ലിനെ, നിന്റെ പാട്ട വണ്ടി കട്ടപ്പുറത്തായെന്ന് തോന്നുന്നു. സ്വാഭാവികം. ഇതെന്താ പുകയൊക്കെയുണ്ടല്ലോ, ഇത് പൊട്ടിവില്ലാണ്ടിരിക്കൂടെ? ആ സൈക്കോ ഡ്രൈവറാണ് ഇത് നന്നാക്കുന്നത്. അപ്പൊ നന്നായത് തന്നെ. ഈ പാസഞ്ചേഴ്സ്, ഈ വണ്ടി ഒന്നും ഇപ്പോഴെങ്കിലും ഓടാൻ വേണ്ടി പോണില്ല. നിങ്ങളൊക്കെ ഇതിനകത്തിരുന്ന് കഴിഞ്ഞാൽ അടുത്ത കൊല്ലയിലും അപ്പുറത്തെത്താൻ വേണ്ടി പോണില്ല. നിങ്ങളെല്ലാരും ഞങ്ങളുടെ പ്രൈവറ്റ് ബസ്സിൽ കയറി സേഫ് ആയിട്ട് താമായിട്ട് എന്റർടൈൻമെന്റ് ആയിട്ട് ഞങ്ങൾ നിങ്ങളെ ഏറ്റവും വേഗത്തിൽ അവിടെ എത്തിക്കാം. പ്രൈവറ്റ് ബസ്സാ, അതിനകത്ത് കുറച്ച് പൈസ കൂടുതലാന്നേ ഉള്ളൂ. പക്ഷെ ഇതുപോലെ വഴി കിടക്കില്ല. ഞാൻ ആ വണ്ടി കയറാൻ വേണ്ടി പോവാ. ആരൊക്കെങ്കിലും വേണേ എന്റെ കൂടെ പോരി. എന്റെ കയ്യിൽ അത്ര പൈസ ഇല്ലല്ലോ. എന്തായാലും കുഴപ്പമില്ല, ഈ വണ്ടി ഇന്നെങ്കിലും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഡ്രൈവർ ചേട്ടനെ ഞാനൊന്ന് ഇഷ്ടപ്പെട്ടു വരുമായിരുന്നു, പക്ഷെ പോവാതെ പറ്റില്ല. ആ കൊച്ചു കയറുവാണോ? എങ്ങനെയാണെങ്കിൽ ഞാനും ഉണ്ട്. എന്താ എല്ലാരും അപ്പുറത്തെ വണ്ടി കയറാൻ പോണെന്നൊക്കെ പറയണ. ആരും പോവില്ല. ഡ്രൈവർ ഇപ്പൊ തന്നെ ഈ വണ്ടി ശരിയാക്കും. ശരിയാക്കുന്ന ആരവനാ? എന്റെ പൊന്നു പാസഞ്ചേഴ്സ്, ആ കിടക്കണവനൊരു യൂണിഫോം പോലും ഇല്ല. അവനൊക്കെ പണിത് കഴിഞ്ഞാൽ വണ്ടി വല്ല കൊക്കയിലും പോകും. വേണമെങ്കിൽ എന്റെ വണ്ടി വന്ന് കയറിക്കോ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഞാൻ റെഡി. എല്ലാരും ഇയാളിതിപ്പോ ഓടുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറയാൻ കേൾക്കുമല്ലേ ചാടിറങ്ങാൻ വേണ്ടിട്ട്? അപ്പൊ ശരിടാ, നിന്റെ എല്ലാ പാസഞ്ചേഴ്സും ഇനി എനിക്ക് സ്വന്തം. എല്ലാരും എന്റെ ഈ വണ്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട്. കൈപ്പുള്ളേ, വണ്ടി എടുക്കാം. ഇനി തൊട്ട് ഈ പാസഞ്ചേഴ്സ് നമ്മുടെ വണ്ടിയിലാ. ആരും പോലെ ചേടാ, എല്ലാരും ആ വണ്ടി കയറി പോടാ. ചേട്ടാ, എന്റെ കരിയർ ആദ്യമായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നത്. സാധാരണ എല്ലാ പതിവും തെറ്റി. ഫ്രാങ്ക്ലിൻ ബൈ എല്ലാരും എന്താ ഫ്രാങ്ക്ലിൻ ബൈ ടൂറിസ്റ്റ് ബസ് കയറി ടൂർ പോണത്? ടൂറിസ്റ്റ് ബസ് കയറി ടൂർ പോണേലടാ, അതൊരു പ്രൈവറ്റ് ബസ്സാ. നമ്മുടെ സ്ഥിരം പാസഞ്ചേഴ്സിനെ അവൻ കൊണ്ടുപോയി. അയ്യടാ ഫ്രാങ്ക്ലിനെ, ഇത് ഭയങ്കര വലിയ പ്രശ്നമാകട്ടോ. ഇത് വർക്ക്ഷോപ്പിൽ തന്നെ കൊണ്ടുവരും. അത് ശരി. ഇവിടെ നടന്നൊന്നും ഇവൻ അറിഞ്ഞില്ലേ? ഡ്രൈവറെ, ഇനി വർക്ക്ഷോപ്പിലെ എവിടെയാന്ന് വെച്ചാ കൊണ്ടുപോവാ. പാസഞ്ചേഴ്സ് ഒക്കെ വേറെ വണ്ടി കയറി പോയി. എന്താടാ വേറെ വണ്ടിയാ? ഞാൻ ഇവിടെ ഉള്ളപ്പോ എന്നോട് ചോദിക്കാതെ വേറെ വണ്ടി കയറി പോകാൻ അവനോട് ആര് പറഞ്ഞു? ഇവിടെ നടന്നൊന്നും നീ അറിഞ്ഞില്ലേ? ചുമ്മാ അഭിനയിക്കാതാ ഡ്രൈവറെ. വേറെ ആര് പറയണം? ആ പ്രൈവറ്റ് ബസ്സുകാരൻ ഡേവിഡ് വന്ന് ഇവിടെ നിർത്തി. അവൻ എല്ലാ പാസഞ്ചേഴ്സിനെ കൊണ്ടുപോയി. എന്തായാലും പോയത് പോയി. വണ്ടി തള്ളി വർക്ക്ഷോപ്പിൽ എത്തിക്കാം. വർക്ക്ഷോപ്പിലാ? കൊറേ ദൂരം തള്ളണ്ടി വരുമല്ലോ. അപ്പൊ എന്നാ വാ പിടി. തള്ളിക്കോ ഫ്രാങ്ക്ലിൻ ബൈ, നിരക്ക് അവിടെ ഇരുന്നോണ്ട് പറഞ്ഞാ മതി. ഇവിടെ പുറകെ തള്ള ഞങ്ങൾ രണ്ടുപേരാ. അറ്റ്ലീസ്റ്റ് നിരത്തെങ്കിലും കിട്ടണം. അത്രയും വെയിറ്റ് എങ്കിലും കുറഞ്ഞു കിട്ടൂലോ. എത്ര രണ്ടുപേര് തള്ളിയിട്ട് ഇത്രയും പയ്യെ പോണത്? ഈ ഒരു റേറ്റിലാണ് നമ്മൾ അവിടെ എപ്പ ചെല്ലാനാ? ഇനി എത്ര ദൂരം തള്ളിയാലാ? എല്ലാ സമയം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അയ്യോ മടുത്ത് കുറച്ചുകൂടി മതിയാ ഡ്രൈവറെ. തള്ളടാ തള്ളി. നമ്മുടെ വണ്ടി ഇവിടെയാണ് പണിയാറ്. ഇടയ്ക്ക് ഇതിന് എന്തെങ്കിലും പ്രശ്നമൊക്കെ വരാറുണ്ട് ചെറുതായിട്ട്. പക്ഷെ ഇതുപോലെ ഓട്ടത്തിനിടയിൽ നിന്ന് പോണ പണി ആദ്യമായിട്ടാ കിട്ടണത്. ഇവിടെ നമ്മുടെ മെക്കാനിക് ബെന്നുണ്ട്, ബാക്കി അവൻ നോക്കിക്കോളൂ. സൂപ്പർ കാർ തൊട്ട് ഗവൺമെന്റ് ബസ് വരെ ഇവിടെ പണിയാണ്. നമ്മുടെ ബസ്സൊക്കെ പണിയാണ് സ്ഥലം അപ്പുറത്താണ് ഇരിക്കണത്. അവിടെ വരെ തള്ളണം. ഫൈനലി എത്തി. ബെന്നിച്ചേട്ടാ ഓടി വാ. നമ്മുടെ KSRTC പിന്നെയും കട്ടപ്പുറത്തായി. ഷിജാനെ സ്റ്റിയറിംഗ് പിടിച്ച് തിരിയടാ. ഈ ഗ്രൗണ്ടിലേക്ക് കയറ്റിയിടണം. പോട്ടെ തള്ളടാ. വണ്ടി എത്ര അനങ്ങാത്തത്? എടാ, ഫ്രണ്ടിൽ കിടക്കണ കല്ലെടുത്ത് മാറ്റടാ. ബെന്നിച്ചേട്ടാ, വണ്ടിക്ക് പണി കിട്ടിയേട്ടാ. റെഡിയാക്കി തന്നെ ചേട്ടാ. എന്താ വണ്ടിക്ക് പിന്നെ പണി കിട്ടിയാ? ആ ചേട്ടാ, ഒന്നും പറയണ്ട. പാസഞ്ചേഴ്സുമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് പണി കിട്ടി. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എടാ, നിന്നോടൊക്കെ ഞാൻ അന്നേ പറഞ്ഞല്ലേ ഈ വണ്ടി മാറ്റേണ്ട സമയമെന്ന്. നിങ്ങളായതുകൊണ്ടാണ് ഞാൻ ഫ്രീ ആയിട്ട് പല പണിയും ചെയ്തു തന്നത്. ഇനി അത് നടക്കില്ല. എനിക്ക് പൈസ കിട്ടില്ല, ഞാൻ പണി എടുക്കുള്ളൂ. എന്റെ ബെന്നിച്ചേട്ടാ, ഇതൊന്ന് റെഡിയാക്കി താ. ശമ്പളം കിട്ടുമ്പോ ആദ്യം തന്നെ നിങ്ങളുടെ പൈസ തേക്കാം. വെറുതെ ഒന്നുമല്ലോ, എല്ലാം പറ്റിൽ എഴുതിയിട്ടില്ലേ? ആ വണ്ടി കിടക്കണ്ടില്ലേ? ആ വണ്ടി ഓർത്തിട്ടെങ്കിലും അത് നന്നായി താ ചേട്ടാ. ഓക്കെ. ഞാനൊരു ദയാ മനസ്സുള്ളവനായതുകൊണ്ട് നീയൊക്കെ രക്ഷപ്പെട്ട്. എവിടെ നോക്കട്ടെ, വണ്ടിക്ക് എന്താ പറ്റുക? ഫ്രണ്ടിൽ നിന്ന് പുകയൊക്കെ വരുന്നുണ്ടല്ലോ. ഓക്കെ, ചെറിയൊരു പണി റിലേ ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ലടാ, ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ബെന്നിച്ചേട്ടാ, ഇന്ന് രാത്രി തന്നെ റെഡിയാക്കാൻ പറ്റുമോ? നാളെ രാവിലെ എനിക്ക് ട്രിപ്പ് പോകാനുള്ളതാ. എടാ, ഇവന് ഇത് എന്താ ഒറ്റ വണ്ടിയല്ലേ ഉള്ളൂ. നിങ്ങളുടെ അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, ഇന്ന് രാത്രിക്കുള്ളിൽ റെഡിയാക്കി നാളെ രാവിലെ വെളുപ്പിന് തന്നെ വണ്ടി വന്നേക്കാം. അതിനായിട്ട് ഇപ്പഴാ സമാനായത്. ആ കോൺഫിഡൻസ് അത് മതി. അതുകൊണ്ടല്ലേ ബെന്നിച്ചേട്ടന്റെ അടുത്ത് ഞാൻ എപ്പോഴും വണ്ടി എന്നത്. താങ്ക് യു ഡ്രൈവറെ, എല്ലാം റെഡി ആണോ? ഓക്കെ ബെന്നിച്ചേട്ടാ, അപ്പൊ നാളെ രാവിലെ ഒരു 5:30 ആവുമ്പോ ഞാൻ എത്താം. 6:30 ആവുമ്പോ സ്റ്റാൻഡിൽ ചെല്ലാനുള്ളതാണ്. ഞാൻ ഇറങ്ങി വേണം പോവാം. ഇറങ്ങണ ഡ്രൈവറെ.
എടാ വണ്ടി എടുക്കില്ലടാ. ഷിൻചാനെ ഇറങ്ങടാ, ഷിൻചാനെ കൂടി ഉണ്ട്. ഇന്നത്തെ ദിവസമേ ശരിയല്ല. ഒരു ടാക്സി വിളിച്ചിട്ട് കണ്ടില്ലേ, അവിടെ ഇറക്കണ്ടാനാ, ഇവിടെ കൊണ്ടിറക്കി വിട്ട് പറയാ ഇതാ സ്ഥലം. ഈ വെളിവില്ലാത്തവനെ ടാക്സി ആയിട്ട് അടങ്ങുക. ഇവിടെ സർക്കാർ ഓഫീസുകാരൻ ബസ് തള്ളിക്കൊണ്ട് നടക്കും. കലികാലം. എന്തായാലും വാ, ഇവിടുന്ന് കുറച്ചല്ലേ ഉള്ളൂ, നമ്മുടെ വീട്ടിലേക്ക് നടന്നു പോവാ. ഇന്നത്തെ ദിവസമേ മടുത്ത്, ഒന്ന് കുളിക്കട്ടെ. ഇന്ന് നേരത്തെ കിടന്നിട്ട് നാളെ രാവിലെ വണ്ടി എടുക്കാൻ പോവാണോ. ഓക്കെടാ, മെക്കാനിക് ബെന്നി രാവിലെ തന്നെ എഴുന്നേറ്റ് നിൽപ്പുണ്ട്. പറഞ്ഞ പോലെ അത് രാവിലെ റെഡി ആക്കിയിട്ടുണ്ട്. ചേട്ടാ ബെന്നി ചേട്ടാ, എന്തായി, എല്ലാം സെറ്റ് അല്ലേ? ഓ ഫ്രാങ്ക്ലിനെ, വണ്ടിയുടെ കാര്യം ഒന്ന് പറയട്ടാ. ഒരു വിധത്തിൽ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഉണ്ടായ ഈ വണ്ടി കയ്യെ നിക്കില്ല കേട്ടോ. ഇനി ഇതിനകത്ത് അഴുക്കുകൾ ഇതൊക്കെ കളയാനൊന്നും പറ്റില്ല. ഇതൊന്ന് റീപെയിന്റ് ചെയ്താൽ ശരിയാവും. എടാ ഞാൻ പറയുകയാണെങ്കിൽ ഒരാഴ്ച നീ എന്റെ കയ്യിത്താ, ഞാൻ ഈ വണ്ടി പുത്തനാക്കി തരാന്നേ. വണ്ടി നന്നാക്കാനാ എന്റെ പൊന്നേട്ടാ, അതൊന്നും ഗവൺമെന്റ് സമ്മതിക്കില്ല. ഒരാഴ്ചത്തേക്കൊന്നും ഒരു പരിപാടി നടക്കില്ല. അത് മാത്രമല്ല, ചേട്ടൻ നന്നാക്കി തന്നെ നല്ല പൈസ ആവില്ലേ, അതായത് തരും. ഗവൺമെന്റ് അതൊന്നും തന്നെ കാര്യമില്ല. എന്തായാലും തൽക്കാലം ഇങ്ങനെയൊക്കെ ഓടട്ടെ. ഡ്രൈവറെ ഷിൻചാനെ വാടാ പോവാ. താങ്ക് യു ബെന്നി ചേട്ടാ, പൈസ പറ്റിലെഴുതിക്കോ. എന്താടാ പറ്റി നീയൊക്കെ എന്നെ പറ്റിക്കുവാണല്ലോടാ. എന്റെ ബെന്നി ചേട്ടാ, പൈസ ഇല്ലേ ഗവൺമെന്റിൽ നിന്ന് ഉടനെ തന്നെ അതൊന്ന് സാങ്ഷൻ ആവും. അപ്പൊ അങ്ങ് തരാം. ഇവിടെ മനുഷ്യൻ കിട്ടുന്നതിന്റെ ഇരട്ടി പണിയാണ് എടുക്കണത്. ഞങ്ങൾക്ക് ശമ്പളം കിട്ടുന്നതേ ഭാഗ്യം. ഓക്കെ ബെന്നി ചേട്ടാ, താങ്ക് യു. സോ വണ്ടി നേരെ സ്റ്റാൻഡിലേക്ക്. സ്റ്റാൻഡിലെത്തുന്ന ആദ്യത്തെ വണ്ടി നമ്മുടെ വണ്ടി ആയിരിക്കണം. ഓക്കെ, അങ്ങനെ തിരിച്ച് നമ്മൾ നമ്മുടെ സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. കുറച്ച് വൈകിയോ എന്നൊരു ഡൗട്ട് ഇല്ലാതെ. എന്താ അത്, അവന്മാരല്ലടാ അത്. അവന്മാര് സ്റ്റാൻഡിൽ കിടന്ന് ഓടാറില്ലാത്തവന്മാരാണല്ലോ. ഇതെന്താ പുതിയ രീതിയൊക്കെ. എന്താടാ ഇവിടെ നടക്കണത്? ഇവന്മാരെന്താ ഇവിടെ നമ്മുടെ സ്ഥിരം പാസഞ്ചേഴ്സ് അല്ലേ നിൽക്കുന്നത്? നാട്ടുകാരെ, അടിമാലിയിലേക്ക് പുതിയ പ്രൈവറ്റ് ബസ്. KSRTCയുടെ കുലുക്കമില്ല. KSRTCനേക്കാളും ഡബിൾ സ്പീഡ്, പാട്ടുണ്ട്, സേഫ് ട്രാവൽ. വേറെ എന്ത് വേണം? എന്താണ് ഇവിടെ നടക്കണത്? അടിമാലിയിലേക്ക് പുതിയ ബസ്സാ? നിങ്ങൾ എന്താ കാണിക്കണേ? എന്റെ റൂട്ട് തട്ടിയെടുക്കാൻ നോക്കാണോ നിങ്ങള്? ബ്രോ, സൂക്ഷിച്ച് സംസാരിക്കണം. ഞങ്ങളുടെ പുതിയ ബസ് കണ്ടില്ലേ? ഞങ്ങൾക്ക് ഏത് റൂട്ട് വഴിയും പോവാം. പാസഞ്ചേഴ്സിന് ഏത് വണ്ടിയാണോ ഇഷ്ടം അവർ അതിൽ കയറും. കൂടുതൽ ഇവിടെ കിടന്ന് ഷോ കളിച്ച എന്റെ സ്വഭാവം നീ അറിയും. നീ എന്താ വിചാരിച്ചത്? ഇന്നലെ നീ ഇവരെ തെരുവിൽ ഇറക്കി വിട്ടിട്ട് അവര് വീണ്ടും നിന്റെ വണ്ടി വരുമെന്നോ? നോ വേ, നോട്ട് പോസിബിൾ. ഇനി തൊട്ട് ഈ പാസഞ്ചേഴ്സ് എന്റെ പാസഞ്ചേഴ്സാ. എല്ലാരും വണ്ടി കയറും, നമുക്ക് വേഗം പോവാം. അതെ, ഇനി തൊട്ട് ഞങ്ങൾ ഈ വണ്ടിയില്ല. ആ പാട്ട് വണ്ടി ആർക്ക് വേണം? സോറി ചേട്ടാ, നിങ്ങളുടെ വണ്ടി എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ ഈ റൂട്ടിൽ കിടക്കുന്ന വണ്ടി കയറി കഴിഞ്ഞാൽ സമയത്തെങ്ങും എത്തില്ല. ശരി, എന്നാ ഞാൻ ഇതിൽ കയറിക്കോളാം. നമ്മുടെ പാസഞ്ചേഴ്സ് മൊത്തം അതിൽ കയറിയല്ലോടാ. പക്ഷെ ഇതെങ്ങനെ ശരിയാവും? ഞങ്ങളുടെ വണ്ടി ആദ്യം കയറിക്കൊണ്ടിരുന്നത് സ്ഥിരം കയറുന്ന ആൾക്കാർ. അവര് മൊത്തം ഈ വണ്ടി കയറിയെങ്കിൽ നമ്മുടെ വണ്ടി കയറാൻ ആളില്ല. ഡ്രൈവറെ, എന്തോടോ നമ്മുടെ വണ്ടി കയറാൻ ആളില്ലെന്നാ? പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇല്ലടാ, നമ്മുടെ വണ്ടി ആരെങ്കിലും ഒക്കെ വരും. ഇവിടെ ഇത്രയും പേരുണ്ടല്ലോ, കണ്ട, ഓരോരുത്തരും ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി ഇരിക്കണ. ആരെങ്കിലും വരൂടാ. നമ്മുടെ എന്താ ട്രിപ്പ് മുടങ്ങില്ല? നിന്നോടൊക്കെ ദൈവം ചോദിക്കൂടാ. ഡ്രൈവറെ ഷിൻചാനെ, നമുക്ക് നമ്മുടെ വണ്ടി വളച്ച് തിരിച്ചങ്ങേടാ. അടിമാലിക്കുള്ള ആരെങ്കിലും കിട്ടുമെന്ന് നമുക്ക് നോക്കാം. എല്ലാരും കയറി വണ്ടി പുറപ്പെടാം. അവിടെ നോക്കിയെന്നോ, ആ റൂട്ടിലുള്ള എല്ലാരും ഈ വണ്ടിയിൽ കയറി. ഇതിനകത്ത് 19 പേരിരിക്കും. അപ്പൊ ശരി, എന്നാ ബൈ. വൈകുന്നേരം വരെ അവിടെ നിന്നോ, ഞാൻ പോട്ടെ. എല്ലാ പാസഞ്ചേഴ്സും നമ്മുടെ വണ്ടിയിലുണ്ട്. ഇനി അവന്റെ വണ്ടിയിൽ ആര് കയറാനാ? എടാ ഫ്രാങ്ക്ലിനെ, അവനെന്താണോ വന്ന് പറഞ്ഞിട്ട് പോയത്? എടാ, അവൻ പറഞ്ഞത് ഈ റൂട്ടിലുള്ള എല്ലാരെയും അവൻ കയറ്റിക്കൊണ്ട് പോയെന്നാ. എന്തായാലും നമ്മുടെ വണ്ടി എടുക്കേണ്ട സമയം ആകാറായിട്ടുണ്ട്. നമുക്ക് നോക്കാം ആരെങ്കിലും വരുമോന്ന്. എടാ 9 മണിയായിട്ടും ആരെയും കാണാനില്ലല്ലോടാ. ആടാ ഡ്രൈവറെ, നമ്മൾ പോകേണ്ട സമയം കഴിഞ്ഞ്, പക്ഷെ ആരും വന്നില്ല. പോകാൻ പറഞ്ഞ പോലെ എല്ലാരും അവൻ കയറ്റിക്കൊണ്ടുപോയാ. എടാ, അപ്പൊ നമ്മുടെ അവിടുന്ന് ഇങ്ങോട്ടുള്ള ട്രിപ്പോ? ആടാ, അതാണ് എന്റെ ഒരു പ്രതീക്ഷ. അതിൽ നമുക്ക് പിടിക്കാൻ വേണ്ടി പറ്റും. എന്തായാലും അവിടെ നിന്നുള്ള ട്രിപ്പ് മുടക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പൊ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉച്ചത്തെ ട്രിപ്പ് എടുത്ത് വൈകുന്നേരത്തിനുള്ളിൽ ഇവിടെ തിരിച്ചു വരാം. ആ ട്രിപ്പേ പിടിക്കാം. അത് മതി, ഞാൻ തീരുമാനിച്ചു. നമ്മൾ സാധാരണ പോലെ തന്നെ ട്രിപ്പ് പോകുന്നു, അവിടെ ചെന്ന് വൈകുന്നേരത്തെ ട്രിപ്പ് എടുക്കുന്നു, തിരിച്ചു പോരുന്നു. ഓക്കെ, ബാക്ക് ടു വർക്ക്. വണ്ടി സ്ഥിരം പോകുന്ന വഴിയിലേക്ക്, സ്ഥിരം റൂട്ടിലേക്ക്, സ്ഥിരം യാത്ര. ലെറ്റ്സ് ഗോ. അങ്ങോട്ടുള്ള ട്രിപ്പ് വണ്ടിയിൽ ഭദ്രം. ചേടാ, നമ്മുടെ ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് വരെ അവൻ തട്ടിയെടുത്ത്. ആദ്യം വന്ന പറഞ്ഞ അവൻ അവിടെ നിർത്തിയിട്ടേക്കുക. അങ്ങോട്ടുള്ള ആൾക്കാരെ അവൻ വണ്ടി കെട്ടിയിരുത്തേക്കുക. അങ്ങോട്ടുള്ള ട്രിപ്പും അവൻ പോകുക. പക്ഷെ ഒരാള് വന്നായിരുന്നെങ്കിൽ എനിക്ക് മനസ്സമാനായനായി. വരൂടാ, ഒരാളെങ്കിലും വരും. ഒന്നുമില്ലും അയാൾ ഓതറൈസ്ഡ് ഗവൺമെന്റ് ഓഫീസർ, യുനോ. ഓക്കെ, വണ്ടി കയറി ഇരിക്കാം. ആൾക്കാരെ വരൂ. ചേടാ, ആരും ഇതുവരെ നമ്മുടെ വണ്ടിയിൽ വന്നില്ലല്ലോ. ഇനി നമ്മൾ അവന്മാര് ട്രിപ്പ് തുടങ്ങിയ അതിന്റെ അർത്ഥം അവൻ ഇവിടെയുള്ള എല്ലാരെയും കയറ്റി പോവാന്നല്ലേ? ചേടാ, നമ്മൾക്കും പോകേണ്ട സമയമായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രിപ്പിന്റെ സമയം. പക്ഷെ ഒരാൾ പോലും വന്നില്ലല്ലോ. സമയം തെറ്റിക്കാൻ പറ്റില്ല. ഇവിടെ നിൽക്കണോ അതോ പോണോ? ഇവിടെ നിന്ന ട്രിപ്പ് കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. അവന്മാരുടെ പുറകെ പിടിക്കാം. ഇതെങ്ങാനും അവന്മാരുടെ വണ്ടി അതുപോലെ ബ്രേക്ക് ഡൗൺ ആയിട്ട് പഴയ കസ്റ്റമേഴ്സ് തിരിച്ച് എന്റെ വണ്ടി കയറിയാലോ? പിടിയടാ അവനെ. നിക്കടാ, എന്റെ പാസഞ്ചേഴ്സിനെ തിരിച്ചാടാ ബ്ലഡി ഫുൾ. അന്ന് ഏത് സമയത്താണോ ഈ വണ്ടിക്ക് ബ്രേക്ക് ഡൗൺ ആകാൻ തോന്നിയത്, അതുകൊണ്ടല്ലേ എന്റെ കസ്റ്റമേഴ്സ് അവന്റെ വണ്ടി കയറിയത്. ഇന്ന് 2 ട്രിപ്പ് അവന്മാര് പിടിച്ച സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് എല്ലാ ട്രിപ്പും അവന്മാര് പിടിക്കുമെന്ന് എനിക്ക് തോന്നണേ. ചേട്ടാ, എന്നാലും നമ്മൾ 2 ട്രിപ്പ്
ട്രിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനകത്ത് ആളില്ലാതെ നമ്മൾ സ്റ്റാഫ് മാത്രമായിട്ട് നടക്കുവാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഓക്കെ നമ്മൾ തിരിച്ച് നമ്മുടെ ഡിപ്പോയിൽ എത്തിയിട്ടുണ്ട്. അവന്മാരാണ് ഫ്രണ്ട്. പക്ഷെ അവന്മാരുടെ നിറച്ച ആളും നമ്മുടെ ആളേ ഇല്ല. കഴിഞ്ഞ ദിവസം വരെ ഫുൾ ആളുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അതൊക്കെ തട്ടിക്കുറിച്ചോണ്ട് പോണു. ഇവനൊക്കെയാണ് ബസ് സർവീസ് നടത്തുന്നത്. ബ്ലേഡി ഫുൾ. ചേടാ ഇന്നലെ തൊട്ട് ദിവസമേ ശരിയല്ല കേട്ടോ. ഇറങ്ങി ഇന്നത്തെ ട്രിപ്പ് മൊത്തത്തിൽ കുളമായി. ഇനി നമ്മൾ എന്ത് ചെയ്യും? നാളെയെങ്കിലും ആൾക്കാർ നമ്മുടെ വണ്ടിയിൽ കയറിയാൽ മതിയായിരുന്നു. ഇനിയിപ്പോ നാളെ എല്ലാരും അവന്റെ വണ്ടി തന്നെ ഓഫീസ് നമ്മുടെ ട്രാൻസ്പോർട്ട് അതോറിറ്റി ഓഫീസർ അല്ലേ നിക്കണത്? ഓ അതേടാ ഞാൻ തന്നെ. നീയൊക്കെ ഇവിടെ എന്താ കാണിക്കണേന്ന് ഞാൻ അറിഞ്ഞു. ഇന്നൊരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാള് പോലും ട്രിപ്പ് അടിച്ചല്ലേ. ഇതൊരു അൺനോൺ ഇൻഫർമേഷൻ ആണ്. അത് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാനാണ് ഞാൻ ഇവിടെ നേരിട്ട് വന്നത്. ഫ്രാങ്ക്ലിൻ, നിങ്ങളുടെ ഈ റൂട്ടിലുള്ള KSRTC കുറിച്ച് നിരന്തരമായ കംപ്ലൈന്റ് ആണ് നമുക്ക് കേട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്ത് നിരന്തരമായ കംപ്ലൈന്റ്? അതിന് നമ്മളൊന്നും ചെയ്തില്ല സാർ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പണി നമുക്ക് കിട്ടുന്നത്. വെയിറ്റ്, ഇനി ബസ്സിലുള്ളവൻ വല്ലോ ആണോ അത് വിളിച്ചു പറഞ്ഞത്? സാറിനെ വിളിച്ചു പറഞ്ഞത് ഒരടഞ്ഞ ശബ്ദത്തിലുള്ള ഒരുത്തനാണോ? അടഞ്ഞ സ്വരോ കുറഞ്ഞ സ്വരോ എന്ത് സ്വരമെങ്കിലും ആവട്ടെ, കംപ്ലൈന്റാ. ഫ്രാങ്ക്ലിൻ, ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനാണ് ഈ രാത്രിക്ക് രഹമാനം തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അതായത് ഇത്ര നാളത്തെ കംപ്ലൈന്റ് ഞങ്ങൾ പോട്ടെ എന്ന് വെച്ചു. പക്ഷെ ഇതിപ്പോ നിങ്ങൾ അതിര് കടന്നാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഒരു ദിവസം ട്രിപ്പ് ആളില്ലാതെ നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഒരാഴ്ചത്തെ സമയം തരും. അതിനുള്ളിൽ ഒരു പാസഞ്ചേഴ്സിനെ വെച്ച് ആ റൂട്ട് ഓടാൻ പറ്റിയില്ലെങ്കിൽ ഈ വണ്ടി എന്നേക്കുമായി സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ അർത്ഥം ആ റൂട്ടിലേക്ക് ഇനി ഒരു KSRTC ആവശ്യമില്ലെന്നാണ്. വിച്ച് മീൻസ് തന്റെയും തന്റെ കൂട്ടുകാരന്റെ ഒക്കെ ജോലി അങ്ങ് തെറിക്കും. ഒരാഴ്ചത്തെ സമയമാണ് തനിക്ക് അനുവദിച്ചു തന്നിരിക്കുന്നത്. അതിനുള്ളിൽ തന്റെയും തന്റെ കൂട്ടുകാരന്റെയും ജോലി സംരക്ഷിക്കാൻ പറ്റുമെന്ന് താനൊന്ന് നോക്ക്. എന്താ സാർ ഒരാഴ്ച? സാർ ആക്ച്വലി ഞങ്ങളൊന്നും ചെയ്തില്ല. ഞങ്ങൾ ഇതുവരെ എല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്തത്. നിങ്ങളോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഈ വണ്ടി ഒന്ന് ശ്രദ്ധിക്കണം, ഈ വണ്ടി ഒന്ന് മാറ്റിതാന്നൊക്കെ. നിങ്ങൾ കേട്ടില്ലല്ലോ. ഈ വണ്ടി ബ്രേക്ക് ഡൗൺ ആയപ്പോ ഇതിനകത്തുള്ള പാസഞ്ചേഴ്സ് ഒക്കെ അവന്മാര് കണ്ടുപോയി. ഇപ്പൊ അവര് സ്ഥിരമായിട്ട് ആ വണ്ടിക്ക് പോണ്. ഇതിൽ ഞാൻ എന്ത് ചെയ്യാനാണ് സാർ? നീ എന്താ ചെയ്യേണ്ടതെന്ന് നിനക്ക് അറിയില്ലെങ്കിൽ രാജിവെച്ച് വീട്ടിലിരിക്കടാ. പിന്നെ ഞാനാണ് ആ പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകേണ്ടത്. എടാ നിന്റെ ജോലി കളയണമെന്ന് എനിക്കില്ല. പാസഞ്ചേഴ്സ് ഇല്ലാതെ ഫ്രീ റൂട്ട് ഓടാൻ വേണ്ടി പറ്റില്ല. ഇത് ഞാൻ ഒറ്റക്കെടുത്ത തീരുമാനമല്ല, ട്രാൻസ്പോർട്ട് ബോർഡിന്റെ തീരുമാനമാണ്. എടാ ഫ്രാങ്ക്ലിനെ നിന്റെ ജോലി പോകാതിരിക്കാൻ വേണ്ടി പറയാ. എങ്ങനെയെങ്കിലും ഒരാഴ്ചക്കുള്ളിൽ അറ്റ്ലീസ്റ്റ് ഒരാളെ വെച്ചെങ്കിലും നീ ഈ വണ്ടിയിൽ ആ റൂട്ട് ട്രിപ്പ് അടിക്കണം. എന്താടോ ഫ്രാങ്ക്ലിനെ ഈ സർവീസ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോവാന്നാ? സാർ ഇതെങ്ങനെ പോസിബിൾ ആകും സാർ? നിങ്ങൾ ഇത് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളൊക്കെ എന്ത് ചെയ്ത് ജീവിക്കും സാർ? എടോ തന്റെ യൂണിഫോം എന്തിയോടോ? ആദ്യം മര്യാദക്ക് യൂണിഫോം ഇട്ടിട്ട് വാ. അവനൊക്കെ ബസ് സർവീസ് ആണെന്നാണ് ആരൊക്കെ കാണിച്ചു കൂട്ടുന്നതിന്റെ മുകളിൽ ഉത്തരം കൊടുക്കേണ്ട ഞാനാ. എന്തായാലും ബോർഡിന്റെ തീരുമാനം ഫൈനലാണ്. ഒരാഴ്ച സമയമാണ് തന്നിരിക്കുന്നത്. ഇനി കൂടുതൽ ചോദ്യം പറച്ചിലൊന്നുമില്ല. അവനൊക്കെ ബസ് സർവീസ് നടത്തുന്നത്. ബസ് സർവീസ് ഇവിടെ എത്ര പേർക്ക് ഉത്തരം കൊടുത്താലും ഞാനൊക്കെ ജീവിക്കണത്? ഓഫീസിലെ പ്രശ്നമല്ലേ ഇവന്മാർക്ക് അറിയാവാ? ഒരു ബസ് റൂട്ട് മര്യാദ നടത്താൻ അമ്മമാർക്ക് പറ്റണില്ല. ഇവന്മാർക്ക് എങ്ങനെ ഓഫീസിലെ ടെൻഷൻ അറിയാൻ പറ്റും? അറിയണ്ടല്ലോ, ഇതൊന്നും അവന്മാർക്ക് അറിയണ്ട. ഇപ്പൊ എല്ലാവർക്കും സമാധാനമല്ല. ഈ ബസ് സർവീസ് ഇതെല്ലാം അഴിച്ചു വെച്ചോ. ഒരാഴ്ചക്കുള്ളിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോവാ. ആ കസ്റ്റമേഴ്സ് കണ്ടില്ലേ? ഇനി തൊട്ട് ആ വണ്ടിയിൽ അവര് കയറുള്ളൂ. ഈ പാട്ട വണ്ടിയിൽ ആരും കയറാൻ വേണ്ടി പോണില്ല. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കണ്ടോ, തുരുമ്പ് പിടിച്ച് മൊത്തം പോയി കിടക്കുക. ഇത് നന്നാക്കാൻ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരനക്കം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഇപ്പൊ ബ്രേക്ക് ഡൗൺ ആയ ആൾക്കാരൊക്കെ പോയപ്പോ എല്ലാം എന്റെ തലയിൽ. പോയപ്പോ ആർക്ക് പോയി? നമുക്ക് പോയി. അത്രേ ഉള്ളൂ. വാ, ഡ്രസ്സൊക്കെ അഴിച്ചു വെച്ച് വീട്ടിൽ പോവാ. എടാ ഫ്രാങ്ക്ലിനെ വേറൊരു വഴിയും ഇല്ലടാ. വേറെ വഴി പുള്ളി പറഞ്ഞല്ലോ. ഒരാഴ്ചക്കുള്ളിൽ ഒരു പാസഞ്ചറിനെ വെച്ചെങ്കിലും ഓടിച്ചാൽ മതി. പക്ഷെ അത് നടക്കാത്ത കാര്യമാണെന്ന് നമുക്ക് ഇന്ന് മനസ്സിലായില്ലേ? അപ്പൊ അത് വിട്ടേക്ക്. ഇനിയിപ്പോ വേറെ ജോലി തപ്പാം. എടാ ഫ്രാങ്ക്ലിനെ, നമുക്ക് നമ്മുടെ ചെലവില് ഈ വണ്ടി അപ്ഗ്രേഡ് ചെയ്ത് പുതിയതാക്കി അവന്മാരൊക്കെ ഒഴിവിലായി കഴിഞ്ഞാൽ നമുക്ക് പാസഞ്ചേഴ്സിന് കിട്ടില്ലേ? എടാ പാസഞ്ചേഴ്സിനെ അങ്ങനെ ചെയ്താൽ കിട്ടും. നമ്മള് വണ്ടി വന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ അടുത്ത് വരുമല്ലോ. അവന്മാരെക്കാളും പൈസ കുറവാണ് നമ്മുടെ സർവീസിന്. കാരണം ഗവൺമെന്റ് അല്ലേ. പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇറക്കി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് റിസ്കി ആയിട്ടുള്ള പരിപാടിയാ. എന്തായാലും കടം മേടിക്കേണ്ടി വരും. പക്ഷെ നമ്മുടെ ജോലി എന്നേക്കുമായി നഷ്ടപ്പെടുന്നതിന് പകരം കുറച്ച് പൈസ ഇറക്കി കഴിഞ്ഞാൽ കുറെ നാളത്തേക്ക് ജോലി ചെയ്യാം. പൈസ തിരിച്ചു പിടിക്കാൻ പറ്റൂലേ? ആടാ ഡ്രൈവറെ, ഞാൻ തീരുമാനിച്ചു. നമ്മുടെ ഈ KSRTC അപ്ഗ്രേഡ് ചെയ്ത് അവന്മാരെക്കാളും അടിപൊളി വണ്ടിയാക്കി നമ്മുടെ പഴയ KSRTC സർവീസ് തിരിച്ചു പിടിക്കാൻ വേണ്ടി പോടാ. ആടാ, അപ്പൊ അവന്മാർക്ക് റിവെഞ്ച് ആകും. ആ മെക്കാനിക്ക് ബെന്നി കുറെ നാളായില്ലേ അവനോട് പറയണ് ആ വണ്ടി അവന്റെ കൊടുക്ക്, അവൻ സെറ്റ് ചെയ്ത് തരാന്ന്. ഓക്കെ, ഈ വണ്ടി അവൻ എങ്ങനെ ആക്കൂന്ന് നമുക്ക് കണ്ടറിയാം. ഓൾറൈറ്റ് ഗൈസ്, ഇനി നമ്മുടെ ഈ KSRTC അപ്ഗ്രേഡ് ചെയ്ത് നമ്മുടെ ജോലി പോകാതെ സംരക്ഷിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിച്ച്, ചാനൽ സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്ത് ഫുൾ സപ്പോർട്ടാ. അവനോട് പ്രതികാരം വീട്ടണം എന്നുള്ളവരൊക്കെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ഗൈസ്. സോ വാടാ, ഇന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് വീട്ടിൽ പോവാം. നാളെ രാവിലെ തന്നെ ഈ വണ്ടി എടുത്ത് മെക്കാനിക് ബെന്നിയുടെ അടുത്തേക്ക് പൈസയുമായിട്ട് പോവാം. ഓക്കെ, അങ്ങനെ നമ്മൾ തിരിച്ച് മെക്കാനിക് ബെന്നിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. വണ്ടി അവൻ പണിയാൻ വേണ്ടി സാധാരണ ഇവിടെ ഇടാറ്. സോ തിരിച്ച് വണ്ടി ഇവിടെ ഇടാം. പക്ഷേ ബെന്നിനെ ഇവിടെ കാണാനില്ലടാ. പുള്ളി ചിലപ്പോൾ അകത്ത് വേറെ ഏതെങ്കിലും വണ്ടി പണിതുകൊണ്ടിരിക്കുമായിരിക്കും. എന്തായാലും വണ്ടി കറക്കി തിരിച്ച് ഇവിടെ നിർത്താം. ഓക്കെ, അടുത്തൊരു ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആകെ ടോട്ടൽ ഒരാഴ്ചത്തെ സമയമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് വണ്ടി അപ്ഗ്രേഡ് ചെയ്യണം. അവൻ ആ ഗരാജിന്റെ ഉള്ളിൽ എല്ലാം കാണും. അവനോട് കുറഞ്ഞ ചെലവില് മാക്സിമം അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറയണം. എവിടെ ബെന്നി? അവിടെ ചേട്ടാ, ഈ ബെന്നിയോ? വെയിറ്റ്, ബെന്നിയല്ലേ ഇരിക്കണത്? ഹലോ ബെന്നി, എത്ര ഇവിടെ റോൾസ് റോയ്സ് പണിയാണോ? അപ്പോടാ എടാ ഫ്രാങ്ക്ലിനെ, നീയാ എന്താ പറയടാ? കഴിഞ്ഞ ദിവസം പോയല്ലേ ഉള്ളൂ, പിന്നെ വണ്ടിക്ക് പണി കിട്ടിയാ? ഇനി പൈസ വെക്കാതെ ഒരു പണിക്കും ഞാനില്ല, നീ വിട്ടു. ബെന്നി ചേട്ടാ, വണ്ടിക്ക് പണിയൊന്നും കിട്ടിയില്ല. പക്ഷെ ഞങ്ങളുടെ പണി പോയി. ഞാൻ വന്നത് ഫുൾ പൈസ തരാം. ആ വണ്ടി ഒന്ന് അപ്ഗ്രേഡ്
ഇത് പുതിയൊരു വണ്ടിയാക്കി എനിക്ക് തന്നെ. നീ പറയാറില്ലായിരുന്നു ആ വണ്ടി നിന്റെ നീ റെഡിയാക്കി തരാന്ന്. എന്നാ ഇതാണ് ആ സമയം. പക്ഷെ എത്രയും പെട്ടെന്ന് എനിക്ക് വേണം. എന്റെ ജോലി പോണ കേസാടാ ബെന്നി. പിന്നെ ഒരു കാര്യം, KSRTC ടച്ച് അതിലുണ്ടാവണം കേട്ടോ, അല്ലെങ്കിൽ അവന്മാര് സമ്മതിക്കില്ല. ഓ അപ്പൊ നീ പറഞ്ഞു വരുന്നത് ഇതേ പാറ്റേണിൽ തന്നെ പുതിയ വണ്ടി ആക്കി എടുക്കണം. ഓക്കെ ഞാനേറ്റ്. നീ വണ്ടി അവിടെ ഇട്ടിട്ട് പോക്കോ. ഒരു 3-4 ദിവസം കഴിയുമ്പോ ഞാൻ നിന്നെ വിളിക്കാം. 3-4 ദിവസമെങ്കിലും പിടിക്കൂട്ടോ. 3-4 ദിവസം ഓക്കെ സെറ്റ്. അതിൽ കൂടരുത്, എനിക്ക് ഒരാഴ്ചത്തെ ടൈമേ ഉള്ളൂ. അപ്പൊ ശരി എന്നാ ഞാൻ പോട്ടെ. ഇനി ഒരാഴ്ചത്തേക്ക് നമ്മള് ഫ്രീയാ, കാരണം നമുക്ക് ജോലി ഇല്ലല്ലോ. എന്റെ കൂടെ 2 പേരുണ്ടായിരുന്നല്ലോടാ. അവന്മാരെന്തി ഷിജാനെ ഡ്രൈവറെ അവന്മാരതോടെ ഡ്രൈവറല്ലേ നിക്കണത്. ഡ്രൈവറെ നീ എന്താ ഇവിടെ നിക്കണത്? എടാ ഫ്രാങ്ക്ലിനെ, ഈ നിൽക്കുന്ന മരം ഓറഞ്ച് മരാണോ ആപ്പിൾ മരാണോ? എന്താ ഓറഞ്ച്? ജോലി പോണ കേസിൽ നിൽക്കുമ്പോൾ അവന്റെ ഓറഞ്ച് ആപ്പിള്. ഇവിടെ വേണ അവൻ പുള്ള കളിക്കാൻ നോക്കണേ. ആ ഷിൻചാൻ എന്ത് ചെയ്യാ? അവൻ ഇനി വേറെ എവിടെ പോയേക്കാണോ എന്തോ. എടാ എന്റെ ഇപ്പോഴത്തെ പേടി എന്താ അറിയാമോ? നമ്മൾ ഇത്ര പൈസയൊക്കെ മുടക്കി വണ്ടിയൊക്കെ അപ്ഗ്രേഡ് ചെയ്തോണ്ട് ചെല്ലുമ്പം ആൾക്കാർ നമ്മുടെ വണ്ടി കയറാതെ അവന്റെ വണ്ടി തന്നെ കയറി പോയാലോ? എന്ത് ചെയ്യും നമ്മള്? ഇല്ലടാ, നമ്മുടെ വണ്ടി തന്നെ കയറൂടാ. കയറിയില്ലെങ്കിൽ നമുക്ക് തന്നെ കുറച്ച് ആളെ പൈസ കൊടുത്ത് നിർത്തി കയറ്റിച്ചാലോ? എന്താ നമുക്ക് തന്നെ അത് വേണ്ടടാ. അത് നമ്മുടെ എത്തിക്സിനെതിരാ. നമ്മൾ ന്യായമായ രീതിയിലേ ജോലി ചെയ്യാവുള്ളൂ. ഓക്കെ, നമ്മുടെ ബസ് ഇന്ന് തരാന്നാണ് മെക്കാനിക്ക് ബെന്നി പറഞ്ഞേക്കുന്നത്. നമ്മൾ തിരിച്ചെത്തിയോ? വെയിറ്റ്, നമ്മുടെ വണ്ടി അവിടെ ഇല്ലല്ലോടാ. വണ്ടി ഓമാരിന് പണി കഴിഞ്ഞില്ലേ? ഓ ഷിറ്റ് മാൻ, ആ ബെന്നി. അതേ നിങ്ങള് ബെന്നി പുള്ളിയോടത്തെന്താ വേറൊരു വണ്ടി കിടക്കണേ? ഇതെന്താ എന്റെ വണ്ടി പണിയാൻ തന്നിട്ട് നിങ്ങളെന്താ വേറെ വണ്ടി പണിതുകൊണ്ടിരിക്കുന്നത്? ഇതെന്താ പുതിയ KSRTC? ഞാൻ അറിയാതെ. ഹൗ ഇസ് ദിസ് പോസിബിൾ? ഇതാ ഗവൺമെന്റ് വണ്ടിയല്ലേ? എന്റെ റൂട്ട് മാറ്റി വേറെ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയായിരിക്കും. എടാ ഫ്രാങ്ക്ലിനെ, ഇത് വേറെ വണ്ടിയല്ല. നീ തന്നെ നിന്റെ വണ്ടി തന്നെയാണ് ഈ കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ എന്റെ കയ്യിൽ തന്നെ ആ സെറ്റ് ആയി തരാന്ന്. നിന്റെ ആ വണ്ടിയാണ് ഞാൻ ഇങ്ങനെയാക്കി മാറ്റേക്കുന്നത്. എന്താടാ എന്റെ വണ്ടിയാ? പോടാ. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലടാ. കളറ് ശരിയാണ്. നമ്പർ നോക്കട്ടെ. നമ്പർ പ്ലേറ്റ് KL15405. അതെ എന്റെ വണ്ടി. ആ വണ്ടിയാണോ നിങ്ങൾ ഇങ്ങനെയാക്കി മാറ്റിയത്? ഇനി ഇത് വഴി കിടക്കില്ലല്ലോ അല്ലേ? ഇല്ലടാ ഫ്രാങ്ക്ലിനെ, ഇല്ല, ഇനി ഇത് വഴി കിടക്കില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ KSRTC ആ തനിമ ഇതിലുണ്ട്. എത്രയാണോ ബെന്നി? അതൊന്നുമില്ലടാ, ഒരു 1.5 ലക്ഷം രൂപ. എന്താടാ 1.5 ലക്ഷമാ? പിന്നെ ഇത്രയൊക്കെ ചെയ്യണ്ട ഫ്രാങ്ക്ലിനെ. ഓക്കേടാ ബെന്നി, അപ്പൊ 1.5 ലക്ഷം പറ്റില്ല. എഴുതിക്കോ. ഞാൻ ഡ്രൈവറെ വാടാ, KSRTC കയറി. എടാ ഫ്രാങ്ക്ലിനെ, നടക്കില്ല, മര്യാദക്ക് എന്റെ പൈസ തന്നു. എന്റെ പൊന്നു ബെന്നി, നീ നടങ്ങി. ഞാൻ ചുമ്മാ പറഞ്ഞതാ. പൈസയൊക്കെ ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തരാം. ഡ്രൈവറെ കേറാ. ഇവന്റെ അങ്ങോട്ടേ കയറി പോണോ? ഓക്കെ, ഡ്രൈവർ ഇരുന്ന്. ഓക്കെ, സോ നമ്മുടെ വണ്ടി ഓടിച്ചോട്ടെ. മതിയുടെ തുടച്ചത്. ഓക്കെ, കൊള്ളാം, വേ ബെറ്റർ. പക്ഷെ ടൂറിസ്റ്റ് ബസ് പോലെ ആവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ KSRTCക്ക് അതിന്റെ ഒരു രീതി ഉണ്ടല്ലോ. സോ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഈ വണ്ടിയിൽ ഞാൻ TV വെക്കാൻ പോവാ. എന്റെ വീട്ടിൽ പഴയൊരു TV ഇരിപ്പുണ്ട്. ആ TV എടുത്ത് ഇതിനകത്തൊക്കെ വെച്ചേക്കാം. സോ നേരെ വീട്ടിലേക്ക് പോവാം. 2 ദിവസം കൂടി സമയമുണ്ടല്ലോ. ഡ്രൈവറെ വാടാ. നമ്മുടെ വീട്ടിൽ ഇരുന്ന പഴയ ഒരു TV ആണിത്. ഈ TV എടുത്ത് നമ്മൾ നമ്മുടെ KSRTCക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്യാണ്. ഐ മീൻ എന്റെ ജോലി രക്ഷിക്കാൻ വേണ്ടിട്ട്. ഓൾറൈറ്റ്, നമ്മുടെ വണ്ടിയിൽ TV വെച്ച് പിന്നെ സ്പീക്കറും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വണ്ടിയിൽ മറ്റേ ബസ്സിനേക്കാളും പൈസ കുറവാണല്ലോ. ഞാൻ നോക്കിയിട്ട് നമുക്കാണ് പ്ലസ് പോയിന്റ്. ഇനി എന്താവും കണ്ടറിയാം. ഓക്കേടാ, വാ സ്റ്റാൻഡിലേക്ക് പോവാം. അവിടെ ഷിൻചാനെ, നീ നേരത്തെ കയറി വണ്ടി ഇരിക്കുകയാണോ? ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോവാ. എല്ലാം നല്ലപോലെ നടക്കണേന്ന്. ദൈവമേ, ആൾക്കാർ തന്നെ. ഓക്കെ, ഐശ്വര്യമായിട്ട് വണ്ടി സ്റ്റാർട്ടാക്കി. ഡ്രൈവറെ കേറാ നേരെ സ്റ്റാൻഡിലേക്ക്. അപ്പൊ ഒരാഴ്ചയായിട്ട് അവനെ കാണാനില്ല. അവന്റെ ശല്യം പോയി കിട്ടി. അപ്പൊ ഇനി മോണോപ്പൊളി. ഇനി ഞാനാണ് ഇവിടുത്തെ രാജാവ്. ഞാൻ പറയുന്നതാണ് ഇവിടുത്തെ റേറ്റ്. സോ അടിമാലി പോണ റസത്തേക്ക് അടിമാലയിലേക്കുള്ള റൂട്ടിൽ ഒരു 100 വർദ്ധിച്ചിരിക്കുന്നു. എന്താ ദൂരോ? ആ KSRTC ബസ്സിലായിരുന്നെങ്കിൽ 20 രൂപ ഉള്ളായിരുന്നു. ഇതിനകത്ത് 30 രൂപ കൊണ്ടിരുന്നത്. ഇപ്പൊ 100. ചേട്ടാ, അത് പറ്റില്ല. പ്ലീസ് കുറച്ച് കുറക്കണം. ഏത് പറ്റില്ലെന്ന്? നിനക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഈ ഒറ്റ വണ്ടിയുള്ളൂ. ഞാൻ പറയുന്നതാണ് ഇവിടുത്തെ റേറ്റ്. വേണ്ടവർ മാത്രം കയറുക. അയ്യോ, ഇനി നമ്മൾ എന്ത് ചെയ്യും? പണ്ടത്തെ KSRTC. പഴയ KSRTC പൂർവാധിക ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുന്നു. പഴയ KSRTC വന്നു. നമ്മൾ രക്ഷപ്പെട്ടു. എത്ര KSRTC തിരിച്ചു വന്നോ? പുതിയ KSRTC. പിന്നെ എന്തിനാ ഈ പാട്ട വണ്ടി നമ്മൾ പോണം? ഇതിനകത്ത് ഗവൺമെന്റ് ആനുകൂല്യത്തോടുകൂടി കുറഞ്ഞ പൈസക്ക് പോയിക്കൂടി. മാറിയുന്നേ നോക്കട്ടെ. എങ്ങനെയാണ് ഇവൻ ഈ KSRTC ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തത്? ഇവൻ തിരിച്ചു വന്നാ മര്യാദക്ക് വിട്ടോ. ഈ പാസഞ്ചേഴ്സിനെ ഒന്നും ഞാൻ വിട്ടുതരില്ല. ഇവിടെ എന്താ സംഭവിച്ചത് എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഇവരൊക്കെ നമ്മുടെ വണ്ടി കയറാൻ റെഡി ആയിട്ട് നിൽക്കുക. നീ എന്തിനാണ് എനിക്ക് വിട്ടുതരുന്നത്? അവരൊക്കെ ഓൾറെഡി
ഓൾറെഡി എന്റെ ആയി കഴിഞ്ഞിരിക്കുന്നു. ഇൻഫാക്ട് അവരൊക്കെ ഓൾറെഡി നമ്മുടെ പാസഞ്ചേഴ്സ് ആയിരുന്നു. സോ മൈ ഡിയർ പാസഞ്ചേഴ്സ്, ഈ KSRTCയിലേക്ക് തിരിച്ചു വരാൻ നിങ്ങൾ റെഡിയാണോ? അതെ ഞങ്ങൾ റെഡിയാണ്. റെഡി. ഇത് മതി എനിക്ക്, വേറൊന്നും വേണ്ട. എല്ലാരും നമ്മുടെ KSRTC കയറിക്കോ. നിങ്ങളെയൊക്കെ സേഫ് ആയിട്ട് അടിമാലി എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അയ്യോ ആരും പോലെ പ്ലീസ്, ഞാൻ ഫീസ് കുറക്കാം. എന്താ ഫീസ് കുറക്കുന്ന? അതിന് നീ ഫീസ് കൂട്ടിയായിരുന്നാ? ചുമ്മാതല്ല. എന്തായാലും നീ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ലടാ. എന്റെ പാസഞ്ചേഴ്സ് എനിക്കുള്ളതാണെങ്കിൽ അത് എനിക്ക് തന്നെ ഉണ്ടാവും. ഓക്കെ, സോ അങ്ങനെ നാളുകൾക്ക് ശേഷം വീണ്ടും തിരിച്ച് നമ്മൾ നമ്മുടെ റൂട്ടിലേക്ക്. ലെറ്റ്സ് ഗോ. പാസഞ്ചേഴ്സ് എങ്ങനെയുണ്ട് ഇതിലെ കംഫോർട്ട് എന്ന് ഞാൻ ചോദിക്കുന്നില്ല, എനിക്കറിയാം ഇതിൽ നല്ല കംഫോർട്ട് ആണെന്ന്. ഓക്കെ, നമ്മൾ അങ്ങനെ വനപാതയിലേക്ക് കയറിയിരിക്കുകയാണ്. ആരും പേടിക്കണ്ട, ഇപ്രാവശ്യം നമ്മുടെ വണ്ടി കാട്ടിൽ വെച്ച് ഒരിക്കലും നിന്ന് പോവില്ല. കാരണം ഇതൊരു പെർഫെക്റ്റ് കണ്ടീഷൻ വണ്ടിയാണ്. ചായ കുടിക്കേണ്ടവർക്ക് വേണ്ടി ഇവിടെ നിർത്തി ചായ കുടിക്കാൻ ഇവിടെ ഒരു ടീ ഷോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. പുതിയ പാസഞ്ചേഴ്സിന്റെ ശ്രദ്ധയ്ക്ക് വേണ്ടി. ഓ നോ, ഒരു കുറുക്ക മട്ടൻ ചാടി. ഓക്കെ, കുഴപ്പമില്ല. സോ വണ്ടി പോട്ടെ. ഫൈനലി നമ്മൾ നമ്മുടെ സ്റ്റാൻഡിലേക്ക് എത്തിയ, അതും ആൾക്കാരുമായിട്ട്. ഇപ്പോഴാണ് എനിക്കൊന്ന് മനസ്സമാനായത്. ഒരാഴ്ചക്കുള്ളിൽ ഒരു പാസഞ്ചേഴ്സിനെ കൊണ്ടുവരാനാണ് പറഞ്ഞത്, പക്ഷെ നമ്മള് ഒത്തിരി പാസഞ്ചേഴ്സിനെ സെറ്റ് ചെയ്ത്. സോ ഇപ്പൊ നമ്മുടെ ജോലി സേഫ് ആണ്. പാസഞ്ചേഴ്സ് എല്ലാവരും ഇറങ്ങിക്കോ, ചായ കുടിക്കേണ്ടവർക്ക് ചായ കുടിക്കാം. സോ അങ്ങനെ ഫൈനലി നാളുകൾക്ക് ശേഷം നമ്മുടെ ഈ സ്റ്റാൻഡിൽ വന്ന ഒരു കോഫി ഈ ക്ലൈമറ്റില്. ഫ്രാങ്ക്ലിനെ നമ്മൾ ഇത്രയും പേരെ കൊണ്ടുവന്ന കാരണം നമ്മുടെ ജോലി സേഫ് അല്ലേ? ആടാ, ഇനി ഒരു കുഴപ്പമില്ല. കാരണം ഇനി ഈ സർവീസ് നിർത്താൻ വേണ്ടി പോയില്ല. ഇത്രയും പേർക്ക് സഞ്ചരിക്കാനുള്ള ഏക മാർഗം നമ്മുടെ വണ്ടിയാണ്. ഓൾറൈറ്റ് ഗൈസ്, സോ നമ്മുടെ ഫ്രാങ്ക്ലിൻ KSRTC ഡ്രൈവർ ആയിട്ടുള്ള വീഡിയോ ഇവിടെ വെച്ച് കഴിയുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ചാനൽ സബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളോട് അടുത്ത പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.